നമസ്കാരം. ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യത്തിന് ആസ്പദമാക്കിയുള്ള മോണാറ്റാണ് ഞാൻ അവതരിപ്പിക്കാൻ പോണത്. വാല അങ്ങോട്ടും ഇങ്ങോട്ടും ചോടില്ലേ, കാലൊന്ന് തെറ്റിയ അയ്യോ പോയി അണ്ണര കണ്ണ പോവാല. സാറിലേ, എടി സാറിലേ. അയ്യോ എന്തുവാ മനുഷ്യ, രാവിലെ കള്ളും കുടിച്ചും ഇങ്ങോട്ട് കയറി വരൂ. നിങ്ങൾ ഇത് കേൾക്കണം. ഒരു KCB യോസനാണ് അത്ര. കറണ്ട് ബില്ല് അടിച്ചോ അടിക്കാത്തോ ഇതൊക്കെ ഫീസ് ഇങ്ങോട്ട് വരും. എന്നിട്ട് പിന്നെ സമാധാനം പറയാനോ ഈ വീട്ടിലിരിക്കണേ ഞാൻ. +2 പഠിക്കണ ചെക്കൻ്റെ ഫീസ് അടിക്കണം പറഞ്ഞിട്ട് 2 മാസമായി. നിങ്ങൾക്ക് പറ്റി വല്ല ബോധമുണ്ടോ മനുഷ്യ? അതിനെന്താ, ഞാനിന്ന് കൊണ്ടാ നിൽക്കണമല്ലോ. എന്നാ അയ്യോ, ഇത് കറണ്ടി കുത്തണ ഫീസാ. ഞാൻ ചോദിച്ചത് ഫീസാ. നല്ല ബൈക്ക് അറിയിട്ടുണ്ട്. MDM 10,000 രൂപയുള്ളൂ അവൻ പറഞ്ഞേ. ശരി, 10,000 രൂപയുള്ളൂ. അന്നൊരു കാര്യം ചെയ്യും, നിന്റെ കാതിക്കെടുക്കണ കമ്മെടുത്തോണ്ട് കൊടുക്ക്. ഓൻ്റെ സൂക്കട് തീരട്ടെ. അങ്ങനെ എൻ്റെ കാതിലെടുക്കണ അമ്മലെടുത്തിട്ട് നിങ്ങളെ മോനക്ക് സൂക്കട് എടുക്കണ്ട. റാണി വല്ല ലോൺ എടുത്തോ. ലോണെങ്കിൽ ലോണ്. എൻ്റെ മോനെ വിളിച്ചേ. മോനെ കുട്ടാ. എന്താ അച്ഛാ വിളിച്ചോ? നിനക്കെന്തോ ബൈക്ക് വേണമെന്നൊക്കെ പറഞ്ഞ്. സത്യാണോടാ? അതച്ഛാ, അത് പുതിയ ബൈക്കാ. 10,000 രൂപയുള്ളൂ. നല്ല നോക്കിയെടുക്കണം. അവസാന വഴിയിലൊന്നും എടുക്കരുത്. ശരി അച്ഛാ. ഹലോ എടാ, ഞാൻ എല്ലാം വിളിച്ച് സെറ്റാക്കണേ. ഞാൻ ഇവിടെ പറഞ്ഞ ബൈക്കെന്നാ എല്ലാവരും വിശ്വസിച്ചു. ആണോടാ? എന്നാൽ ഈ സ്കൂളിലേക്ക് പോയിക്കോ. അതിൻ്റെ ബാക്കി റോണി നിൽക്കണ്ടാവും. അങ്ങോട്ട് പോയിക്കോ. പിന്നെ ഒറ്റക്കടിക്കാൻ വിചാരിക്കണ്ട, അവന്മാർക്കും കൊടുക്കണം. അവന്മാർ ഞമ്മക്കും തന്നതാണ്. ഹലോ, ഓമനക്കുട്ടനല്ലേ സംസാരിക്കുന്നത്? ഇത് പോലീസ് സ്റ്റേഷൻ SI ആണ്. ഹലോ സാറേ, ഞാൻ അവിടുത്തെ ഫീസ് വന്നിട്ടില്ല സത്യമായിട്ടും. അതിന് താങ്കൾ എന്ത് ചെയ്തു? താങ്കളുടെ മകനല്ല കാർത്തിക് ഇവിടെ MDM കസ്റ്റഡിയിലുണ്ട്. വേഗം ഇവിടെ എത്തിച്ചേരുക. ഹലോ മെമ്പറെ. ഹലോ 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 സാറേ. ഹലോ സാറേ. ചീത്ത പറയല്ലേ. നമുക്ക് പരിപാടി ഉണ്ടാക്കാം. വഴക്ക് പറയല്ലേ. ഹലോ മെമ്പറെ, ബൈക്ക് അടിക്കാൻ പറ്റില്ല, പോലീസ് ഇടിച്ചത്. MDM എന്നാ പറഞ്ഞേ. എന്താ അവനെ കുട്ടാ പറയണേ? MDM പറഞ്ഞ ഒരു ബൈക്കാണോ? അത് കഞ്ചാവ് പോലത്തെ ലഹരിയാണ്. ഇതേപോലെ കോളേജുകളിലും ഇതേപോലെ മുട്ടായികളിലും ഒക്കെ ഉപയോഗിച്ച് ഇവിടെ ലഭ്യമാണ്. ഏതായാലും ശരി, നമുക്കിനി പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കാം. ഹലോ സാറേ, ഇതാണ് കാർത്തിക്കിൻ്റെ അച്ഛനും അമ്മയും. സത്യത്തിൽ എന്താ സംഭവിച്ചത്? സത്യം പറയാലോ മെമ്പറെ, നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടി. അപ്പോഴാണ് അമ്മമാർക്കൊക്കെ പൊക്കിയത്. നീ ഞങ്ങളെ കുറിച്ച് ഓർത്തോടാ. ഒറ്റ മകനാണ് പറഞ്ഞിട്ടല്ല എന്നെ വളർത്തിയത്. അച്ഛൻ്റെ കുറിച്ചിട്ടല്ലേ എടുത്ത്. അപ്പം എനിക്കെന്താ ചെയ്താൽ? അച്ഛനിങ്ങനല്ലേ, പിന്നെ എങ്ങനെ മോൻ നന്നാവാ? നമുക്കിനി DD സെൻ്ററിലേക്ക് നമുക്ക് കൊണ്ടുപോവാം. ഫസ്റ്റിങ് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കേട്ടില്ല സാറില്ല, ഇനി കരയാനൊന്നും നിൽക്കണ്ട. ഇതേപോലെ പോലീസുകാരനും ആശുപത്രിക്കാരനും ഇവരെ നമുക്ക് നന്നാക്കിയെടുക്കാനേ ഉള്ളൂ. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പ്രചോദനം കൊണ്ട് കുട്ടികളുടെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഒറ്റക്കെട്ടായി പോരുക. നന്ദി.